ഈ കാര്യത്തെക്കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവ് ഒരാൾക്കുണ്ടെങ്കിൽ, ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവന്റെ മുന്നിൽ ഒരു അടിമ നിൽക്കുകയാണെങ്കിൽ അവന് എന്തെന്നില്ലാത്ത ആവേശവും ആനന്ദവും ആ ഇബാദത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കാരണം ആരാണോ ഒരു കേവലം പുള്ളി മാത്രമായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഈ സുന്ദരമായ രൂപത്തിന് ഇവനെ അവകാശിയാക്കി മാറ്റിയത്, ആ ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്ന സന്ദർഭത്തിൽ കേവലം ചെറിയ ഒരു തുള്ളി മാത്രമായിരുന്നു. പിന്നെ ഇവൻ പുറത്തു വന്ന സമയത്ത് ഒരു ചാണ് വലുപ്പം മാത്രമേ ഇവൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇവന് 6 അടി പൊക്കത്തിൽ ഇവൻ ആയിട്ടുണ്ടെങ്കിൽ, ഈ കാലം വരെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, തനിക്ക് വേണ്ടതൊക്കെ ഒരുക്കി തന്നവൻ ആരാണ്? ഈ റബ്ബിനാണ് ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റബ്ബിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അവനുണ്ടെങ്കിൽ അവന്റെ ഇബാദത്തിന്റെ അവസ്ഥ മറ്റൊന്നായി മാറുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഏതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്ന സമയത്ത് നമുക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും നമുക്ക് വേണ്ട മറ്റു സൗകര്യങ്ങളും ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നമ്മളെ വളർത്തി ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പ്രായപൂർത്തിയുടെ ദിശയെത്തുന്നത് വരെ നമ്മളെ ഭക്ഷണത്തിനെ കുറിച്ചോ വെള്ളത്തിനെ കുറിച്ചോ ആവശ്യങ്ങളെ കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ലാതെ നമ്മളെ വളർത്താൻ വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി അതിനുശേഷം അവനെ ഇബാദത്ത് ചെയ്യണം, അവനെ വഴിപ്പെടണമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ആലോചിക്കുകയാണ്, എനിക്ക് ഇനി നാളെ തിന്നാനുള്ള ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുക, എനിക്കുള്ള വെള്ളത്തിനുള്ള മാർഗം എവിടെ നിന്നാണ് ഉണ്ടാവുക, എനിക്ക് ജീവിതം